അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ 22ാമത്തെ ക്ലാസ്സാണിത്. താഴ്മയിൽ ഉയർച്ചയുണ്ട് എന്ന വിഷയം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മാ നഖസത് സ്വദഖത്തും മിമ്മാൽ, സ്വദഖ സമ്പത്തിനെ കുറച്ചു കളയുകയില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, വിട്ടുവീഴ്ച അടിമയുടെ അന്തസ്സ് അധികരിപ്പിക്കുകയേ ഉള്ളൂ. വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവരെ അള്ളാഹു ഉന്നതനാക്കും. സ്വതക്ക ചെയ്തു എന്ന് കരുതിയിട്ട് സമ്പത്തിലെ ധനത്തിൽ കുറവൊന്നും വരൂല. വിട്ടുവീഴ്ച കാണിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് മാനക്കേടൊന്നും വരൂല, അന്തസ്സ് കൂടുകയേ ഉള്ളൂ. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാലോ, അള്ളാഹുവിന് വേണ്ടി താഴ്മ കാണിച്ചാലോ അള്ളാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും. മൻ തവാളഅ ലി അഖീഹിൽ മുസ്ലിമി റഫഅഹുല്ലാഹ്, തന്റെ മുസ്ലിം സഹോദരനോട് വിനയം കാണിക്കുന്നവനെ അള്ളാഹു ഉയർത്തുകയും വമൻ ഇർതഫഅ അലൈഹി വളഅഹുല്ലാഹ്, അവനോട് ഔന്നത്യം കാണിക്കുന്നവൻ, അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്ന് തോന്നലോടുകൂടി ഇടപെടുന്നവൻ, അവനെ അള്ളാഹു നിന്ദ്യനാക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഉയരാൻ താഴ്മ കാണിക്കണം എന്നർത്ഥം, വളരാൻ വിനയാന്വിതനാവണം എന്നർത്ഥം. വിനയം ഇഹത്തിലും പരത്തിലും നമുക്ക് ഗുണം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ സ്വഭാവ ഗുണമാണ്. വിനയാന്വിതരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. അഹങ്കാരികളെയും പൊങ്ങച്ചക്കാരെയും ഞാൻ വലിയവനാണെന്ന് കരുതി നടക്കുന്നവനെയും ഒരാളും ഇഷ്ടപ്പെടുകയില്ല. അവൻ എത്ര വലിയ ധനികനാണെങ്കിലും എത്ര വലിയ സ്ഥാനമുള്ളവനാണെങ്കിലും ആരും അഹങ്കാരികളെ ഇഷ്ടപ്പെടൂല. വിനയമുള്ളവരെ ഇഷ്ടപ്പെടുകയുള്ളൂ. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ, സൂറത്തുൽ ഫുർഖാനിലെ 63ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, പരമകാരുണികന്റെ അടിമകൾ, അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകൾ ഭൂമിയിലൂടെ വിനയത്തോടെ സഞ്ചരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൻ്റെ കൂടെയുള്ളവരോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ വേണ്ടി സാധ്യമായത്, അതല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവരുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറിക്കൂടാൻ കാരണമാകുന്ന തരത്തിൽ ഏറ്റവും അടുത്തു നിൽക്കാൻ സാധ്യമായ നന്മ അത് വിനയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം മറ്റുള്ളവരെ ഹഠാത് ആകർഷിക്കപ്പെടുകയായിരുന്നു. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈകൊടുത്താൽ അയാൾ കൈവിട്ടിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവിടുമായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ, അഹങ്കാരമില്ല, വളരെ വിനയത്തോടുകൂടി ആ സലാം പറയുന്നവന്റെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം കൈവിടുന്നതുവരെ കാത്തിരിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ചെന്നാലോ, വീട്ടിലെ ഭാര്യയെ അടുക്കള ജോലിയിൽ സഹായിക്കുമായിരുന്നു. ഞാൻ വലിയ പ്രവാചകനാണെന്ന് കരുതിയിട്ട് മുറ്റത്ത് കസേരയിലിരിക്കുന്ന സ്വഭാവമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. എത്രമേൽ നിസ്സാരനായ വ്യക്തിയാണ് നബി തങ്ങളെ ക്ഷണിച്ചതെങ്കിൽ പോലും ആ ക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരു യാത്രയിലായിരിക്കെ വിശ്രമത്തിനും ഭക്ഷണം കഴിക്കാനുമായി ഒരു സ്ഥലത്ത് ഇങ്ങനെ തമ്പടിച്ചു. അങ്ങനെ കുറെ കൂടിയാലോചനയ്ക്ക് ശേഷം ഒരാടിനെ അറുത്ത് പാകം ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അപ്പോൾ ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അറവ് ഞാൻ നടത്തിക്കൊള്ളാം. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, എന്നാൽ പിന്നെ തൊലിയുരിയുന്നത് അത് ഞാൻ ചെയ്തോളാം. വേറൊരു സ്വഹാബി പറഞ്ഞു, എന്നാൽ പാചകം ഞാൻ ചെയ്തോളാം. അങ്ങനെ ഓരോ സ്വഹാബിയും ഓരോ ജോലി ഇങ്ങനെ ഭാഗിച്ചെടുത്തു, അത് ഞങ്ങൾ ചെയ്തോളാമെന്ന്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ വിറക് ഞാൻ കൊണ്ടുവരാം, വിറക് കൊണ്ടുവരുന്നത് എൻ്റെ ചുമതലയായിരിക്കും എന്ന്. പക്ഷെ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ പറ്റൂല, അതും ഞങ്ങൾ തന്നെ ചെയ്തോളാം, നബി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ എന്നെ നിങ്ങളെക്കാൾ ഉയർന്നവനായി കാണുന്നില്ല. നിങ്ങൾ അങ്ങനെ കാണുന്നത് എനിക്കിഷ്ടവുമല്ല. നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറക് ശേഖരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വലിയൊരു നേതാവായിരുന്നു, ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നതായിരുന്നു. തൻ്റെ അനുചരന്മാർ ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെയ്യുകയായിരുന്നു. അതിനാണ് വിനയം എന്ന് പറയുക.
ആ പാഠം പഠിച്ചിട്ട് വളർന്ന ഖലീഫമാരുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിലെ ഒരു അന്ധയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുത്തു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ആരാണ് ചെയ്തു കൊടുത്തത് എന്നൊരു അന്വേഷണം നടത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായത് ആ കാര്യങ്ങളൊക്കെ, ആ വയസ്സായ അന്ധയായ സഹോദരിയുടെ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നായിരുന്നു. അപ്പോൾ വലിയ ഭരണസാരഥ്യം ഏറ്റെടുത്ത സമയത്ത് പോലും ഈ സ്വഹാബത്തൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കാനും പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്യാനും അവരുടെ സമയം മാറ്റിവെച്ചിരുന്നു. വിനയമുള്ള മനസ്സിന്റെ ഉടമകൾക്കല്ലാതെ ഇതിനൊന്നും സാധ്യമല്ല. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഖ്ഫിദ് ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ. നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്ക് വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കുക. കൂടെയുള്ളവരോട് വിനയത്തോടെ പെരുമാറുക. അഹങ്കരിക്കാനും അഹന്ത നടിക്കാനും പൊങ്ങച്ചം പറയാനും എന്തു ഗുണമാണ് നമ്മളിലുള്ളത്? നമുക്ക് തന്നതെല്ലാം തന്നത് അല്ലാഹു അല്ലേ. അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതനാവാം. അള്ളാഹുവിന്റെ പടപ്പുകളുടെ മുന്നിലും വിനയത്തോടെ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹ തആല ഔഹാ ഇലയ്യ അൻ തവാളഉ. നിങ്ങൾ വിനയം കാണിക്കാൻ, നിങ്ങൾ പരസ്പരം അന്യോന്യം വിനയം കാണിക്കണമെന്ന് അള്ളാഹു എനിക്ക് ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് വിനയം കാണിക്കുന്നവരാരോ അവരെ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും. നമുക്ക് വിനയാന്വിതരാവാം. അള്ളാഹു നമ്മളെ ഉയർത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.